പിന്നെ നമ്മുടെ പഴയ കഥയിലേക്ക് ദുബായിലെത്തുന്നു. ഈ കമ്പനിയിലെ AGM ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ മാഡം കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഭാഗ്യമാണ്, അവിടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ ആദ്യമേ ഞാനവിടെ ചേർന്ന് ഒരു 3 മാസത്തിനാണ് ഭാര്യ എൻ്റെ കൂടെ വരുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഒരു പുതിയ വേക്കൻസി ഉണ്ടാകുന്ന, ഒരു ഓഫീസർ വേക്കൻസി. അപ്പോൾ അതായത് നമ്മളെന്താ വരുമ്പോഴത്തേക്ക് കസേരയിട്ട് തരുന്നെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഭാര്യയ്ക്ക് അവിടെയും ജോലി. ദുബായിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു. നമ്മളൊരു വീട് വാങ്ങി. പിന്നെ ഈ ചെറുപ്പകാലത്തിൽ ഈ ക്ലബ് മെമ്പർഷിപ്പ് കിട്ടിയത് കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ക്ലബ് മെമ്പർഷിപ്പ് മദ്രാസിൽ വേണം. പിന്നെ ഊട്ടിയിലൊരു കോട്ടേജ് വാങ്ങിക്കണം. പിന്നെ സ്വല്പം പണവും കയ്യിൽ കാണണം. ഇത്രയൊക്കെ നമ്മുടെ ചെറിയ സ്വപ്നങ്ങൾ, ചെറിയ സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, വളരെ ആകാശ കോട്ടകളിൽ അതിന് കഴിയുന്ന അത്രയുള്ള ചെറിയ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി വെറും 1 വർഷം 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമായി ആകാവുന്നതായതുകൊണ്ടായിരുന്നു. മദ്രാസിൽ ഫ്ലാറ്റ് വാങ്ങിച്ചു. മദ്രാസ് ബോട്ട് ക്ലബ്ബിൽ ലൈഫ് മെമ്പർഷിപ്പ് കിട്ടി. കോട്ടേജ് ഊട്ടിയിൽ വാങ്ങിക്കുന്നതിന് തയ്യാറായപ്പോഴത്തേക്ക് സുഹൃത്തുക്കൾ പറഞ്ഞു, വാങ്ങുന്നത് എളുപ്പമാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്, ഒരു ടൈം ഷെയർ വാങ്ങിക്കൂടെ, നിങ്ങളെന്താ അവിടെ പോയി താമസിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളവിടെ ടൈം ഷെയർ ഊട്ടിയിൽ വാങ്ങിച്ചു. കുറച്ചൊക്കെ പണമായി കഴിഞ്ഞപ്പോഴത്തേക്ക് 1994 94 നമ്മൾക്ക് കുട്ടി ജനിച്ചു, ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടായതേക്കുറിച്ച്, ഇനിയിപ്പം 2 പേരുടെയും കൂടെ കരിയർ ശരിയായി പോകത്തില്ല, അപ്പോൾ ഒരാൾക്കാണ് ചെയ്യേണ്ടത്, അപ്പം ആരാണ് അത് എടുക്കേണ്ടതെന്ന്. നമ്മുടെ തീരുമാനങ്ങളെല്ലാം ഡെമോക്രാറ്റിക്കാണ്, 2 പേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കത്തുള്ളൂ. അപ്പം മധു പറഞ്ഞിരുന്നു, ഞാൻ ഇനി ഒരു ഹോം മേക്കർ ആകാണ്. നമുക്ക് ഈ ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു ഇഷ്ടമുള്ള കാര്യമല്ല, അതൊരു തെറ്റായ ധാരണയാണ്. ഒരു ഹോം മേക്കർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഹോം മേക്കറുടെ റോൾ എടുത്തുകൊണ്ട് മധു ജോലിയിൽ നിന്ന് പിന്മാറി. 94 കുട്ടി ജനിച്ചതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ജോലി ചെയ്തിട്ടില്ല. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാഫല്യമായി. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ തന്നെ ജീവിതകാലം ചെലവഴിച്ച ആൾക്കാർക്ക് സാംസ്കാരികമായിട്ട് അവിടെ ഇടപെടാൻ സാധിക്കത്തില്ല ഒരു ഇന്ത്യക്കാരന്. അവിടെ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഒരു 50 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കുട്ടികളെല്ലാം വളർന്നു വലുതായി, അവർ വെളിയിൽ പോയി, നമുക്ക് തിരിച്ചിങ്ങോട്ട് വന്ന് കഴിയാനും ഒക്കത്തില്ല. പിന്നെയുള്ള സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു തൊഴിലാളിയായിട്ടുള്ള ആളിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു മാനേജറിയൽ പൊസിഷനിൽ ഒരു ജനറൽ മാനേജർ, വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജീവിത നിലവാരം നോക്കി അവർ അമേരിക്കയ്ക്ക് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ കാനഡയ്ക്ക് പോകും. 50 വയസ്സായ ഒരു വ്യക്തി അവിടെ ചെന്ന് ഒരു സാമൂഹിക ജീവിതം കെട്ടിപ്പടുത്താനായിട്ട് വളരെ വളരെ പ്രയാസമായിരിക്കും. നമുക്ക് സാധിക്കില്ല. കാരണം അവസാനം നമ്മുടെ ലൈഫ് ഇങ്ങോട്ട് നാട്ടിൽ വരുമ്പോൾ ഇവിടെയും ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തൊരവസ്ഥ. അതായത് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന് വളർച്ച പൂർത്തിയായി കഴിഞ്ഞ് മറിച്ച് വെക്കാനൊക്കത്തില്ല. ഒരു തെങ്ങിന് തന്നെ, ഒരു വലിയ തെങ്ങ് നമുക്ക് പറിച്ചു നടാൻ ഒക്കും. ചെറുതായിരിക്കുമ്പോൾ പറിച്ചിട്ട് കഴിഞ്ഞാൽ വേരിറങ്ങുന്ന കാലത്ത് മാത്രമേ നമുക്ക് മാറാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനം ഉണ്ടായിരുന്നു, നമുക്ക് 5 വർഷം മതി, അത് കഴിഞ്ഞ് തിരിച്ചു പോരാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന 2 കമ്പനികൾ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. പാരിയൻ കമ്പനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു, തെർമാക്സും വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹൃദയം കൊണ്ട് ക്ലോസ് ആയിട്ടുണ്ട് തെർമാക്സ് ആയിരുന്നു, 2 കാരണങ്ങൾ കൊണ്ട്. ഇത് ഹൈലി ഇന്നോവേറ്റീവ് കമ്പനിയാണ്, പിന്നെ എനർജി എൻവയൺമെൻറ്റ് പ്രൊഡക്റ്റ് റേഞ്ചാണ്, പിന്നെ കൾച്ചറലി ഇത് ഒരു എന്താ പറയുക NGO ടൈപ്പ് കമ്പനിയാണ്. തൊഴിലാളികൾക്കോ ഉദ്യോഗസ്ഥർക്കോ സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ തെർമാക്സ്. അതിൻ്റെ കൾച്ചറലി ഞാൻ അതിൽ ജനിച്ചു വളർന്നവനാണ്. തീർച്ചയായും. കാരണം നമുക്കൊരു ഫസ്റ്റ് ഒരു ഇത് കിട്ടുന്നത് തെർമാക്സിലൂടെയാണ്. അപ്പോൾ അത് ജീവിതത്തിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ഒരു ഫസ്റ്റ് ടൈം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് തെർമാക്സിലായിരുന്നല്ലോ. ഈ തെർമാക്സ് എന്ന് പറയുന്നത് മറ്റ് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കൊളാപ്സ് ഉള്ള കമ്പനിയാണല്ലോ. അതെ, ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതിൻ്റെ ഷെയർസ് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. 60% ഷെയർ ഈ കമ്പനിയുടെ ഒരു ഫാമിലിയാണ് ഓൺ ചെയ്യുന്നത്. അന്നു ആഗായും അവരുടെ ഫാമിലിയുമാണ്. അവരിപ്പോൾ നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയിലെ മെമ്പറാണ്. അങ്ങനെയുള്ള ഇതാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അവരുടെ ഫാമിലിയുടെയാണ് 60%. ബാക്കി പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ആണ്. ഈ കമ്പനിക്ക് ഈ വർഷം ഏതാണ്ട് ഒരു 5000 കോടിക്കടുത്ത് ടേൺ ഓവർ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ പ്രസ്ഥാനങ്ങളിൽ മെയിൻ ഫാക്ടറി ഒന്ന് പൂനെയിലുണ്ട്, മറ്റൊന്ന് ബോംബെക്കടുത്ത് പൗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 60 ഏക്കർ കെമിക്കൽ ഫാക്ടറി ഉണ്ട്. പിന്നെ ബറോഡയിൽ ഒരു 104 ഏക്കർ സ്ഥലത്തുള്ള ഒരു വലിയ ഫാക്ടറി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫാക്ടറി ഉണ്ട്. പിന്നെ മുന്ദ്ര പോർട്ടിൽ ഗുജറാത്തിൽ ഒരു പോർട്ട് അസംബ്ലി ഫെസിലിറ്റി ഉണ്ട്. ചൈനയിൽ ഷാങ്ഹായ്ക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് ജിയാഷിങ് പ്രൊവിൻസിൽ ഒരു ഫാക്ടറി ഉണ്ട്. പിന്നെ തെർമാക്സ് യൂറോപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ലണ്ടനിലൊരു സ്ഥാനമുണ്ട്. തെർമാക്സ് ഇൻകോർപ്പറേറ്റഡ് അമേരിക്ക ഡെട്രോയിറ്റിലുണ്ട്.
ഇതൊരു ആഗോള പ്രസ്ഥാനമാണ്. വലിയൊരു മൾട്ടി ഇന്റർനാഷണൽ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി, പക്ഷേ ഒരു ഇന്റർനാഷണൽ ഓപ്പറേറ്റിംഗ് കമ്പനി. 16 ഓഫീസുകളുണ്ട് ഇതിന് ഇന്ത്യക്ക് വെളിയിൽ, റഷ്യ തൊട്ട് അവിടേക്ക് സാർ പോയിട്ടുണ്ട്? എല്ലായിടത്തും പോയിട്ടുണ്ട് സാർ. വളരെ ഈ ഒരു എല്ലാ കാര്യത്തിലും സാറിന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കും വളരെ സന്തോഷവും വളരെ ചിരിച്ചുകൊണ്ടാണ്. ഇത് തന്നെയാണോ സാർ ഓഫീസിലും, ഇത് തന്നെയാണോ ലൈഫിലും? എല്ലാ ചെറുപ്പകാലം തൊട്ട് എനിക്ക് അമ്മയെടുത്താ ചോദിക്കേണ്ടത്, എന്നാൽ പിന്നെ അങ്ങോട്ട് ചെന്ന് ചോദിക്കും. വളരെ ചെറുപ്പം മുതൽ സാറ് അങ്ങനെയായിരുന്നു? ഞാനൊരു പോസിറ്റീവ് ആളാണ്. അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരിലും എല്ലാ പ്രശ്നങ്ങളിലും ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. നമ്മൾ ഏതിലാണ് നമ്മുടെ കണ്ണുറപ്പിക്കുന്നത്, നമ്മുടെ മനസ്സുറപ്പിക്കുന്നത് എന്നുള്ളതാണ്. തെറ്റ് നമ്മൾ നോക്കാൻ പാടില്ല, തെറ്റ് തിരുത്തണം. പക്ഷേ തെറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ചിലവായി പോകും. അപ്പം നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് മാത്രം നോക്കുക എന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രവൃത്തി പോസിറ്റീവായിരിക്കും. അതൊന്ന്. എല്ലാ വ്യക്തികളും തെറ്റുകുറ്റങ്ങളുണ്ട്, എന്നിലുമുണ്ട്, നമ്മളിലെല്ലാം തെറ്റുകളുണ്ട്. പക്ഷേ അതിൽ മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ വ്യക്തിയുടെ കഴിവിനെ നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് പ്രവൃത്തി എടുപ്പിക്കാനൊക്കത്തില്ല. അപ്പോൾ ഞാൻ ഏത് വ്യക്തിയിലും അവർക്ക് എന്ത് കഴിവുണ്ടെന്നാണ് നോക്കുക, അവർക്ക് എന്ത് കഴിവ് കേടുണ്ടെന്ന് നോക്കാറില്ല. അപ്പോൾ എൻ്റെ ജീവിതം പൊതുവെ ഒരു പോസിറ്റീവാണ്. പൊതുവെ നെഗറ്റീവ് ഇല്ലെന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ പൊതുവെ എൻ്റെ പോസിറ്റീവാണ്, മെയിൻലി പോസിറ്റീവാണ്. അതെ, അത് തന്നെയാണ് വിജയ രഹസ്യം. 100%. അതെ. ഈ രണ്ടുപേർ കാര്യം ഏതൊരു ജീവിതത്തിൻ്റെ വ്യവസായത്തിൻ്റെയും എവിടെ നോക്കിയാലും അതിൻ്റെ ഏറ്റവും വലിയൊരു പാട്ടെന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. രണ്ടുപേരും ഇപ്പോൾ സാറ് പറഞ്ഞു എന്ത് കാര്യം ഞങ്ങൾ തമ്മിൽ ഡിസൈഡ് ചെയ്യാറുണ്ട്, ഡിസിഷൻ ആയിരുന്നാലും പരസ്പരം ഞങ്ങൾ വളരെ ഒരു ഫ്രണ്ട്ലിയാണ് നിങ്ങൾ രണ്ടുപേരും. ഞാൻ ഇനി മനസ്സിലാക്കിയെടുത്തോളൂ. ഇത് മനപ്പൊരുത്തം, ഇതിൻ്റെ രഹസ്യം എന്താണ്? ഒരു ജാതകം അങ്ങനെ ഉള്ളതെല്ലാം ഈ ജാതകത്തെക്കാൾ വലുതാണോ എന്നുള്ള അറിയാനായിട്ടായിരുന്നു. പറയട്ടെ മാഡം തന്നെ. ഞങ്ങൾ ജാതകം നോക്കിയില്ല, അതിൽ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിലാണ് മനപ്പൊരുത്തം. വീട്ടുകാരുടെ ഒരു ഇതിനു വേണ്ടി മാത്രം അങ്ങനല്ലായിരുന്നു. ആദ്യമേ ഞങ്ങൾ തമ്മിൽ കണ്ടു, പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. 1 മാസത്തേക്ക് ഞങ്ങൾ കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹിതരാകാമെന്ന്. എനിക്കന്ന് 29 വയസ്സുണ്ട്, മധുവിന് 25 ആയിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, നമ്മൾ കല്യാണം കഴിക്കാതിരിക്കാൻ പോകാമെന്ന്. 29 അക്കാലത്തെ കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആണ് നമ്മൾ 2 സ്ഥലത്തുള്ള മാതാപിതാക്കന്മാരെ അറിയിക്കുന്നത്. തീരുമാനമാണ് അറിയിച്ചത്, അല്ലാതെ ഇങ്ങനെ ഒന്ന് ജാതകം നോക്കാനായിട്ടല്ല പറഞ്ഞത്. അമ്മ പറഞ്ഞ പോലെ നോക്കിയിട്ടുണ്ടായിരിക്കും അവരത്. അവരുടെ പാരന്റ്സിന്റെ ഒരു അവരുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നോക്കണം. 100% അവരാണ് നമ്മുടെ എല്ലാത്തിന്റെയും വിജയം. അപ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവര്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ വന്നു, ഇവരുടെ അച്ഛനമ്മമാരോട് സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് കല്യാണം നടന്നത്. ഞങ്ങളുടെ കല്യാണം തൃശ്ശൂർ വെച്ചായിരുന്നു. തൃശ്ശൂർ ഗുരുവായൂരമ്പലം കല്യാണ മണ്ഡപത്ത് വെച്ചായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടും തൊട്ട് ഇതുവരെ വളരെ സന്തോഷവും എല്ലാ കാര്യത്തിനും എല്ലാ ടെൻഷൻ വരുമ്പോഴൊക്കെ മാഡത്തിൻ്റെ അടുത്തൊന്ന് പറയുമല്ലേ? ടെൻഷൻ വരാറുണ്ടോ? വളരെ റിലാക്സ്ഡ് ആയിട്ടാണ്. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അത് തന്നെയാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവം എല്ലാം ഒരു നിമിത്തമായിട്ട് കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ലൈഫിലേക്ക് കൊണ്ടു തന്നത്.